ഹായ്, ഹലോ, നമസ്കാരം. രാജേഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വ്യത്യസ്തമായൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അത് ഫുഡിനെ സംബന്ധിച്ചുള്ള വ്ളോഗാണ്. അപ്പം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മത്തയാണ്. അപ്പോൾ നമുക്കിന്ന് മത്തയില കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പം അതിന് മത്തയില നല്ല പറിച്ചെടുത്ത് നല്ല രീതിയിൽ തന്നെ കഴുകി അതിനെ വെള്ളം തോർന്ന് കഴുകിയിട്ട് ഒരു വെള്ളം തോരാൻ വയ്ക്കുക. വെള്ളം തോർന്നതിന് ശേഷം നല്ലവണ്ണം അതിന് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. നൈസായിട്ടെന്ന് പറഞ്ഞാൽ ചോപ്പ് ബോർഡിൽ വെച്ച് അരിയാൻ പറ്റുന്നവർക്ക് അരിയാം, അല്ലാതെ കയ്യിൽ വെച്ച് അരിയുന്നവരുണ്ടാകും. അങ്ങനെയാണെങ്കിലും കൈ മുറിയാതെ സൂക്ഷിക്കുക. കൈ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ ഈ നടുവിൽ കാണുന്നത് മത്തയുടെ പൂവാണ് കേട്ടോ. പൂവും നമ്മൾ യൂസ് ചെയ്യാം. പൂവ് നല്ല ടേസ്റ്റാണ് കേട്ടോ, മത്തയുടെ പൂവ്. അപ്പം ഇതൊക്കെ വെളിനാടുകളിലൊക്കെ ഈ മത്തയുടെ പൂവിന് തന്നെ നല്ലൊരു മാർക്കറ്റുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ തേങ്ങ തിരുമിയതും, അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക്, ഒരു സവാള അല്ലെങ്കിൽ കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. കൊച്ചുള്ളിയിൽ അതിന് പകരം സവാള യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മുളക് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ സവാളയും ചെറിയ തോതിൽ, അതായത് നൈസായിട്ട് ചെറിയതായിട്ട് പൊടിയായിട്ട് മാക്സിമം അരിഞ്ഞെടുക്കുക. ഒരുപാടങ്ങ് ചെറുതാവണ്ട, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്, ചൂട് ടേസ്റ്റ് കിട്ടും. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തോണം, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നമുക്ക് വിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കുറച്ച് ജീരകം ഇട്ട്, അതിനുശേഷം പച്ചമുളക് ഇട്ടു. അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ചെറിയ തോതിലൊന്ന് വാടിയതിന് ശേഷം വെള്ളം ഒന്ന് തയ്യായി. അതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ചെറിയ തോതിലൊന്ന് ഫ്രൈ ആകണം. ഫ്രൈ മീൻസ് ചെറുതായിട്ടൊന്ന് എല്ലാം മിക്സായി വരുമ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തയുടെ ഇല നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അരപ്പല്ല, കൂട്ട് നമ്മൾ ഉണ്ടാക്കിയത് അത് മുകളിലേക്കൊന്ന് മിക്സ് ചെയ്യുക ശരിക്കും. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് ടൈറ്റുള്ളൊരു പാത്രം വെച്ച് നമ്മൾ അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ ആ ഇലയിലുള്ള ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് തന്നെ, ആ വെള്ളം കൊണ്ട് തന്നെ, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്, കുഴഞ്ഞു പോകും. ആ ആവിയിൽ നല്ലോണം വേവിച്ചെടുക്കുക. ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിയാ, നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ മത്തയില തോരൻ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, പ്രധാനമായും കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.